എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മീൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പം ഈ മീൻ കറി വെക്കുമ്പോൾ നിങ്ങൾ പറയില്ല ഇപ്പോൾ എല്ലാവരും മീൻ വെക്കുന്നതല്ലേ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ട്യൂണ മീനാണ്. നമ്മുടെ കേരയില്ലേ, കേര. പിന്നെ കൂടാതെ സാൽമൺ ഫിഷാണ്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പുളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ 2-3 പീസ്. പിന്നെ പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഈ പ്ലേറ്റിൽ കാണുന്ന ഇതെല്ലാം കൂടി ഞാൻ അരക്കാൻ പോവാം മിക്സിയിൽ. അപ്പോൾ അരക്കുമ്പോൾ ഈ പുളിയും കൂടിയാണ് അരക്കുന്നത്. സാധാരണ നമ്മൾ പുളി ഇട്ട് കറി വെച്ച് കറി വെന്തതിന് ശേഷം പുളി അധികം ഇളകാതിരിക്കാൻ നമ്മൾ എടുത്ത് കളയാറുണ്ട്. ഇതങ്ങനെയല്ല. ഈ 2 പീസ് പുളി ഞാൻ എടുക്കുന്നുള്ളൂ. അത് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ അരക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ 2 തക്കാളിയും കൂടിയിട്ടാണ് അരക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് ചേർക്കുന്നത് തക്കാളിയും പുളിയുമാണ്. പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞ അരക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഓക്കെ, അത് നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം കടുകിടാം. അതിന് ശേഷം നമുക്ക് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവയും കൂടി പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും വേപ്പില, പച്ചമുളക് അതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലിട്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പം കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇടണം. അതും എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇന്ന് വഴറ്റിയെടുക്കണം. അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പം നല്ല ഇതേ ഒരു പരുവത്തിലാകും. ആ അവസരത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാര്യം നമുക്ക് മീൻ ഒത്തിരി ഉണ്ട്, അപ്പോൾ അത് മുങ്ങിക്കിടന്ന് വേകണം. അപ്പം നന്നായിട്ട് എല്ലാ പീസും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കണം. അപ്പോൾ നമുക്ക് ചോറുണ്ണാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചാറും വേണ്ടതുകൊണ്ട് വെള്ളം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തിളച്ച് വന്നപ്പം ഞാൻ മീൻ പെറുക്കി ഇടുവാണ്. ഇത് ഓക്കെ, എല്ലാ മീനും ഞാൻ ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് വെന്താൽ മതി. കാര്യം നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് വേകുമ്പോൾ തന്നെ ഇത് ഓക്കെ ആയി മീൻ കറി. മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, പുളി അരച്ച് ചേർക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പുളി ഇട്ടിട്ട് തിളച്ചതിന് ശേഷം എടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പുളി അരച്ച് ചേർക്കുന്നത് അത് കുടവേറ് കുറയാനും മെലിയാനും ഒക്കെ ഒത്തിരി നമ്മളെ സഹായിക്കും. പിന്നെ നല്ല കുത്തരി ചോറുണ്ട്. അപ്പോൾ നല്ല കുത്തരി ചോറും ഓക്കെ. ഇനി കുറച്ച് നമ്മളുണ്ടാക്കിയ മീൻ കറിയും കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സൂപ്പർ കറിയാണ്. ഇതുപോലെ എടുത്തിട്ട് അങ്ങ് ഒഴിച്ചിട്ട് 1 സ്പൂൺ കൂടി എടുക്കാം അല്ലേ. എടുത്തിട്ട് കണ്ടോ, നല്ല മണം. ഇനി നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ട് തോരനുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം.